ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയതോടെ താൻ കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ജാസ്മിൻ. തനിക്കൊപ്പം നിന്നവർ തന്നെയാണ് തന്നെ മാനസികമായി ഏറെ തളർത്തിയതെന്നാണ് ജാസ്മിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താനുമായി വിവാഹം ആലോചിച്ചിരുന്ന വ്യക്തി ഒരുപാട് വിശ്വസിച്ച സുഹൃത്തായിരുന്ന യൂട്യൂബർ അങ്ങനെയുള്ളവരാണ് തന്നെ ഏറ്റവും അധികം തളർത്തിയതെന്നും ജാസ്മിൻ പറയുന്നു. ഈ പറയുന്ന 2-3 വ്യക്തികളെ വിശ്വസിച്ച് വീട്ടുകാരെ അടക്കം ഏൽപ്പിച്ചാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് വന്ന ഇവർ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് വരെ പെൻഡ്രൈവ് കുത്തി ഓരോന്ന് എടുക്കാൻ നോക്കി. പാസ്വേഡ് അറിയാത്തത് കൊണ്ട് ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതും അവർ എന്തെങ്കിലും ചെയ്താനേ. എന്താണ് ഇവർക്ക് വേണ്ടിയിരുന്നത്? എൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമുമായിരുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാം ഇവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോയത്. ഇൻസ്റ്റഗ്രാം ഞാനുമായി റിലേഷനുള്ള വ്യക്തിക്കാണ് കൊടുത്തിരുന്നത്. പ്രൊഫൈലിൽ പോസ്റ്റുകളൊന്നും വരാതായതോടെ അക്കൗണ്ട് തിരിച്ചു തരാൻ വീട്ടുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ എല്ലാം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ ബിഗ് ബോസിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒന്നും എൻ്റെ കയ്യിലില്ല. എല്ലാം ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നു. വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ആ സമയത്ത് അവൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവന് സൗകര്യം ഉള്ളപ്പോൾ തരുമെന്നായിരുന്നു പറഞ്ഞത്. അതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഉപജീവന മാർഗമാണ് അത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ എനിക്കെല്ലാം തിരിച്ചു കിട്ടി. പ്രൈവറ്റ് ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിടുന്നത് ക്രിമിനൽ കുറ്റമാണ്. എന്നിട്ടും പ്രതികരിക്കാതിരുന്നത് ഒരു സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ പുള്ളിയോട് തെറ്റു ചെയ്തതുകൊണ്ടാണ്.